ഇനി അടുത്തത് നമുക്ക് ആംഗുലറിനകത്ത് നമുക്ക് എങ്ങനെ HTTP റിക്വസ്റ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ HTTP റിക്വസ്റ്റിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആപ്പ് കോൺഫിഗിനകത്ത് കോൺഫിഗ് TSനകത്ത് നമുക്കിവിടെ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ കോൺഫിഗറേഷനകത്ത് നമ്മൾ ഈ പ്രൊവൈഡേഴ്സിനകത്ത് നമുക്കിവിടെ ഒരു HTTP ക്ലയൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ കോമ കൊടുത്തിട്ട് ഇവിടെ പ്രൊവൈഡർ റൂട്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, പ്രൊവൈഡ് സോൺ ചേഞ്ച് ഡിറ്റക്ഷനും പ്രൊവൈഡ് റൂട്ടറും. ഇത് ആക്ച്വലി ഡീഫോൾട്ട് വരുന്ന സംഭവമാണ്. 2 പ്രൊവൈഡേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊരു എക്സ്ട്രാ പ്രൊവൈഡർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഈ അറേക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ HTTP ക്ലയൻ്റ് ആണ് നമുക്ക് പ്രൊവൈഡറായിട്ട് വേണ്ട. അപ്പം നമ്മളിവിടെ പ്രൊവൈഡ് HTTP ക്ലയൻറ്റ് എന്ന് പറയുന്ന പ്രൊവൈഡർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് കോൺഫിഗേഴ്സ് ആംഗുലേഴ്സ് HTTP ക്ലയൻറ്റ് സർവീസ് ടു ബി അവൈലബിൾ ഫോർ ഇൻജെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ HTTP ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് API റിക്വസ്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് ആപ്പ് കോമ്പോണൻറ്റ് TSനകത്ത് നമുക്കിവിടെ ആപ്പ് കോമ്പോണൻറ്റ് ക്ലാസ്സിനകത്ത് നമ്മളിവിടെ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്ന് പറയുന്നത് നമുക്കൊരു ng on init എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇംപ്ലിമെന്റ്സ് ഓൺ ഇനിറ്റ്. ഓക്കെ, ഓൺ ഇനിറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എറർ കാണിക്കും. പ്രോപ്പർട്ടി ng on init is missing in type app component. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ng on init ഫംഗ്ഷൻ ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗുലർ കോമ്പോണൻറ്റിനകത്ത് ഓൺ ഇനിഷ്യലൈസ് ചെയ്യുന്ന ടൈം, അതായത് ഇനിഷ്യലൈസ് ചെയ്യുന്ന ടൈമുള്ള ഫംഗ്ഷനാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ng on init ഉണ്ട്, അതുപോലെ ng ആഫ്റ്റർ വ്യൂ ഇനിറ്റ് ഉണ്ട്. ആഫ്റ്റർ വ്യൂ ഇനിറ്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസേഷന് ശേഷം, അതായത് കോമ്പോണൻ്റ് എല്ലാം റെൻഡർ ആയതിനു ശേഷമുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇത് റെൻഡർ ചെയ്യുന്ന ടൈമിലുള്ള ഫംഗ്ഷനാണ് ഈ ng on init, അതായത് ഇനിഷ്യലൈസിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ ഒരു HTTP റിക്വസ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ കൺസ്ട്രക്ടറിനകത്ത് ഇങ്ങനെ ഒരു സംഭവം, കൺസ്ട്രക്ടർ പ്രൈവറ്റ് HTTP എന്ന് പറയുന്നത് HTTP ക്ലയൻറ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവരും. ഓക്കെ, ഈ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ HTTP ക്ലയൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്യുന്നത് ആക്ച്വലി കൺസ്ട്രക്ടർ ടൈമില്ല. ഈ കൺസ്ട്രക്ടറിന്റെ യൂസ് എന്താണെന്ന് ഞാൻ .NET കോറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലാസ് കോമ്പോണന്റ്, അതായത് ക്ലാസ് കോമ്പോണന്റ് വിളിക്കുന്ന ടൈമിൽ നമ്മുടെ ഈ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി വിളിക്കും. അതായത് ക്ലാസ് കോൾ ചെയ്യുന്ന ടൈമിൽ കൺസ്ട്രക്ടറും ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വിളിക്കും. ഇതിനകത്ത് അതായത് കൺസ്ട്രക്ടർ ഫംഗ്ഷനകത്ത് ഈ സാധനം ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു കൺസ്ട്രക്ടർ നമ്മൾ ആക്ച്വലി പഴയ ആംഗുലറിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. അതായത് ഇവിടെ കൺസ്ട്രക്ടർ ഇട്ടിട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമ്മളിവിടെ മെത്തേഡ്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നത്, ഇതെല്ലാം പഴയ ആംഗുലർ മെത്തേഡാണ്. ഇപ്പോഴത്തെ പുതിയതിൽ നമ്മൾ വേറെ രീതിയിലാണ്. അതായത് നമുക്കിവിടെ HTTP എന്ന് പറയുന്നത് നമ്മളിവിടെ ഇഞ്ചെക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ഇഞ്ചെക്റ്റിനകത്ത് നമ്മൾ HTTP ക്ലയൻറ്റ് വിളിച്ചാൽ മതി. ഈ കൺസ്ട്രക്ടറിനകത്ത് യൂസ് ചെയ്ത സംഭവം ഈ യൂസ് ചെയ്ത സാധനം സെയിം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ആംഗുലറിനകത്ത് യൂസ് ചെയ്യുന്നതും ഇത് നമ്മുടെ പഴയ ആംഗുലർ, അതായത് ആംഗുലർ 15 ആംഗുലർ 14 മുന്നേ ഒക്കെ ഉള്ള ആംഗുലർ 16 മുന്നേ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് മോഡേൺ രീതിയിൽ അങ്ങ് പോവാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ HTTP എന്ന് പറയുന്നത് നമ്മൾ HTTP ക്ലയൻറ്റിൽ ഇഞ്ചെക്ട് ചെയ്യും. അതായത് ഈ ക്ലാസ് കോമ്പോണന്റ് എപ്പോഴാണ് വിളിക്കുന്നത് ഈ HTTP ക്ലയൻറ്റ് കൂടെ ഇഞ്ചെക്ട് ചെയ്ത് വിടും. ഇത് നമുക്കിനി HTTP റിക്വസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് this.http എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിനകത്തുള്ള സാധനം നമ്മുടെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് HTTP ആണ്. this.http.get നമുക്ക് വേണ്ടത് യൂസേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഗെറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, പാച്ച് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, ഫുട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് ആണ് വേണ്ടത്. ഓക്കെ, ഗെറ്റ് മെത്തേഡ് ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ URL ആണ്. URL എന്ന് പറഞ്ഞാൽ നമ്മുടെ APIയിൽ
അതായത് .NET കോറിനകത്ത് ചെയ്തിരിക്കുന്ന APIയുടെ URL ആണ് നമുക്ക് വേണ്ടത്. APIയുടെ URL കിട്ടാൻ വേണ്ടി നമ്മളുടെ URL എന്ന് പറയുന്നത് ഇതാണ്, HTTP ലോക്കൽ ഹോസ്റ്റ് 5214. അത് ഞാൻ ബ്രൗസറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ സ്ലാഷ് നമ്മുടെ API/users എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു URL ആണ് നമുക്ക് ഇതിവിടെ വേണ്ടത്. അപ്പോൾ API യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ, ഓക്കെ, ഈ ഒരു ഗെറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. നമ്മളിവിടെ റൗട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് API/users. അതായത് നമ്മുടെ URL സ്ലാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ റൗട്ടിങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഡേറ്റ കിട്ടും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മുടെ ആംഗുലറിനകത്ത് ഇവിടെ കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ URL. ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ .subscribe വിളിക്കണം. ഓക്കെ, സബ്സ്ക്രൈബിനകത്താണ് നമ്മുടെ ഈ സാധനം വരുന്നത്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആരോ ഫങ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. നമുക്കിവിടെ കിട്ടുന്നത് റെസ്പോൺസ്, അതായത് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത് ഒരു റെസ്പോൺസ് ആയിരിക്കും ഈ ഒരു ഈ ഒരു ഫംഗ്ഷനകത്ത്. ഇനി നമുക്കിവിടെ കോമ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബിനകത്ത് നമുക്ക് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ്. അതായത് ആക്ച്വലി നമ്മളുടെ 200 സ്റ്റാറ്റസ് 201 സ്റ്റാറ്റസ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഒരു പാരാമീറ്ററിലുള്ള ഫംഗ്ഷനാണ്. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് എറർ ഫംഗ്ഷൻ ആണ്. അതായത് ഇപ്പോൾ 404 നോട്ട് ഫൗണ്ട് 400 ബാഡ് റിക്വസ്റ്റ് ഒക്കെ വരുന്ന അതൊക്കെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എറർ ഫംഗ്ഷനകത്താണ്. പിന്നെ മൂന്നാമത്തത് കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ API കഴിഞ്ഞു, അതായത് API കോൾ കംപ്ലീറ്റ് ആവുമ്പോൾ ഈ ഒരു ഫംഗ്ഷനകത്തോട്ടായിരിക്കും പോകുന്നത്. ഇത് മാൻഡറ്ററി അല്ല, നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും അതുപോലെ എറർ ഫംഗ്ഷനും മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ നമ്മളിവിടെ എറർ എന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൺസോൾ ലോഗ് എറർ എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് എന്തെങ്കിലും APIയിൽ എന്തെങ്കിലും എറർ അടിക്കുവാണെങ്കിൽ നമ്മുടെ അവിടെ ബ്രൗസറിന്റെ ലോഗിനകത്ത് ഇവിടെ റൈറ്റ് ചെയ്യും എന്താണ് ഇതിന്റെ എറർ ഉണ്ടാവാൻ കാരണം. ഇനി ഞാനിവിടെ സേവ് ചെയ്ത് നമ്മളിവിടെ സബ്സ്ക്രൈബിനകത്ത് ഇവിടെ അണ്ടർലൈന് കാണിക്കും. ഇത് ആക്ച്വലി ഡിക്ലറേഷൻ വാസ് മാർക്ക്ഡ് ആസ് ഡെപ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. പക്ഷെ ഡെപ്രിക്കേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ആംഗുലറിൽ വരുമ്പോൾ ഈ സബ്സ്ക്രൈബിന് പകരം നമ്മൾ വേറെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഒബ്സർവബിൾ ടൈപ്പാണ്. ഒബ്സർവബിൾ പുതിയൊരു മെത്തേഡിലായിരിക്കും ആംഗുലറിൽ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ഇവിടെ യൂസ് ചെയ്യാം, വർക്കൊക്കെ ചെയ്യും. പക്ഷേ ഈ അണ്ടർലൈൻ കാണിക്കുന്ന പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഡെപ്രിക്കേറ്റഡ് ആണ്, ബട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്തിട്ട് നമ്മളിവിടെ റൺ ചെയ്യണം. അപ്പോൾ ഈ ക്ലാസ് കോമ്പോണന്റ് വിളിക്കുന്ന ടൈമിൽ ഈ ng on init ഫംഗ്ഷൻ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ആപ്പ് കോമ്പോണന്റ് ഇനിഷ്യലൈസ് ചെയ്യുന്ന ടൈമിനകത്തായിരിക്കും ഈ URL വിളിക്കുന്നത്. ഞാനിവിടെ 4200 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺസോളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഷ്യൂ അടിച്ചു. എറർ എന്ന് പറഞ്ഞാൽ ക്രോസ് ഒറിജിൻ റിക്വസ്റ്റ് ബ്ലോക്ക്ഡ്, ദ സെയിം ഒറിജിൻ പോളിസി ഡിസലോസ് റീഡിങ് ദ റിമോട്ട് റിസോഴ്സ് ആറ്റ് എന്ന് പറഞ്ഞ് ഇത് ആക്ച്വലി കോഴ്സ് എറർ ആണ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് എറർ ആക്ച്വലി നമുക്ക് ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്കിൽ എടുത്ത് നോക്കിയാൽ കോഴ്സ് എററാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ HTTP റിക്വസ്റ്റ് നമ്മൾ ആംഗുലറിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടാം. ഓക്കെ.